പ്പെട്ട ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ മുഷയ്യിദുൻ എന്ന വാക്ക് ഉപയോഗിച്ചതിൻ്റെ കാരണം അത് നമ്മളെയും ലാഹിറായ തത്വചിന്തകളിൽ മുഴുകുന്ന ആളുകളുടെ അറിവിനെയും തമ്മിൽ വേർതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇപ്പം അങ്ങനെ ഉണ്ടാവില്ല, ഒരുപാട് തത്വചിന്തകളിൽ പുസ്തക വായനയിലൊക്കെ അങ്ങനെ മുഴുകി ഈ ത്വരീഖത്തൊന്നും സ്വീകരിക്കാതെ അള്ളാൻ്റെ ഔലിയാക്കന്മാരെ വഴിയും അദബുകളും ഒന്നും പാലിക്കാതെ വെറുതെ അങ്ങനെ ചിന്തയിൽ മുഴുകി അവർക്കൊരുപാട് ചിന്തയിൽ കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ ചിന്തയിൽ കിട്ടുന്ന കാര്യങ്ങളൊക്കെ സൂഫിസമാണ്. അതൊക്കെയാണ് നമ്മളെ ഇസ്ലാമിലും ത്വരീഖത്തിലൂടെയൊക്കെ സഞ്ചരിച്ചാൽ നമുക്ക് കിട്ടുക എന്നാരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതല്ല കേട്ടോ എന്ന് പറയാൻ അതിനെ വേർതിരിച്ചതാണ് ഇവിടെ ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ഇബ്നു അറബി തങ്ങൾ പറയാണ്. വഖാൽ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഹാദാ ലാ യഅരിഫുഹു ഇല്ലാ അസ്ഹാബു ദൗഖ്. ഈ ഒരു കാര്യം ആർക്കും അറിയാൻ സാധിക്കൂല, ഇല്ലാ അസ്ഹാബു ദൗഖ്. ഇത് ആത്മീയമായി രുചിച്ചവർക്കല്ലാതെ, അതിൻ്റെ ആളുകൾക്കല്ലാതെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ആസ്വദിക്കാൻ സാധിക്കൂല. ഇതിന് വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞ സാധനം, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു തത്വചിന്തകൻ ഒരു കാര്യം പറയുന്നതും ഒരു വലിയൊരു കാര്യം പറയുന്നതും നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഒരേപോലെയൊക്കെ തോന്നിപ്പോവും. പ്ലാറ്റോവും അരിസ്റ്റോട്ടിലും അതുപോലുള്ള തത്വചിന്തകന്മാരൊക്കെ പല കാര്യങ്ങളും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതും നമ്മളെ ഔലിയാക്കന്മാർ ആരിഫീങ്ങൾ പറഞ്ഞു നോക്കുമ്പോൾ, ബാഹ്യമായി നോക്കുമ്പോൾ വലിയ വലിയ കാര്യങ്ങൾ ഒരേപോലെയാണെന്ന് തോന്നിപ്പോവും. പക്ഷെ രണ്ടും ഒരുപോലെയല്ല. അത് ആത്മീയമായ രുചിയുള്ളവർക്ക് മനസ്സിലാവുള്ളൂ ഇവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ.